ഉണ്ണികൃഷ്ണൻ വെറും പ്യൂണാണ്. അതായത് ഉണ്ണികൃഷ്ണൻ വെറും ഇതിൻ്റെ കാലാണ്. കൈ എന്ന് പറഞ്ഞ ആദ്യത്തെ ഉദ്യോഗസ്ഥരാണ്, മുരാരി ബാബുവിനെ പോലുള്ള ഉദ്യോഗസ്ഥരാണ്. പക്ഷെ തല ആരാണ്? അത് അവിടുത്തെ ദേവസ്വം ബോർഡ് അടക്കമുള്ളവരെ അറിയാതെ അറിവോ സമ്മതവും കൂടെ ചെയ്യൂ. നൂർജഹാനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നൂർജഹാൻ്റെ വീട്ടിൽ നിന്ന് 100 പവൻ പണി ചെയ്യാൻ എടുത്തുകൊണ്ട് പോയി. ഒരാൾ വന്ന് പണി ചെയ്യാൻ എടുത്തുകൊണ്ട് പോയി, ഡ്രൈവറിനെ കൊടുത്തു വിട്ടു. 39 ദിവസമായിട്ടും അത് പണിക്കാരുടെ കയ്യിൽ എത്തിയില്ലെങ്കിൽ നൂർജഹാൻ വിളിച്ചു ചോദിക്കൂലേ? ഉറപ്പായിട്ടും ചോദിക്കും. പക്ഷേ ദേവസ്വം ബോർഡ് ചോദിച്ചില്ല. കാര്യം എന്തുകൊണ്ടാണ്? ദേവസ്വം ബോർഡിന് അറിയാം ഇത് എവിടെയാണ് പോകുന്നത്, ഇത് താമസിച്ചേ പോകുന്നുള്ളത് അറിയാം. അപ്പം ദേവസ്വം ബോർഡ് എന്നിട്ട് ദേവസ്വം ബോർഡിൻ്റെ അറിവും സമ്മതത്തോടും കൂടി സ്വർണം പതിച്ച ചെമ്പുപാളികളെന്ന് മാറ്റി ചെമ്പുപാളിയിൽ നിന്ന് മാത്രമാക്കി. ഇനി 2 സിമ്പിൾ ഭാഷയെ പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഗോൾഡ് ക്ലാഡിംഗ് ഉണ്ട്, ഗോൾഡ് പ്ലേറ്റിംഗ് ഉണ്ട്. അതായത് തനി തങ്കം പതിക്കുന്ന ഒരു രീതിയുണ്ട്, സ്വർണം പൂശുന്ന പരിപാടിയാണ്. നമ്മുടെ 1 ഗ്രാം പൂശിയ തങ്കാഭരണങ്ങളൊന്നും കേട്ടല്ലോ, കണ്ടാ സ്വർണം പോലിരിക്കും. ശബരിമലയിലെ ദ്വാരപാലകൾ, വെറിയുള്ള ദ്വാരപാല ശില്പങ്ങളിൽ 1.5 കിലോഗ്രാം സ്വർണം ഉണ്ടായിരുന്നു. ഇപ്പം 361 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് തന്നെ 1.1 കിലോഗ്രാം അടിച്ചു മാറ്റി. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും അടിച്ചു മാറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, വിറ്റ് ആണ് ഇവർ മുമ്പോട്ട് പോയത്. അതിൻ്റെ കൂടുതൽ തെളിവുകൾ വരും. പക്ഷേ ഈ വിഷയത്തിലെ ഹീറോ ഒരു കാരണവശാലും സംശയിക്കേണ്ട കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയുടെ മഹത്തരമായ നിലപാടുകൾ കാരണമാണ് ഈ വിഷയത്തിൽ വിജയം സാധ്യമായത്. ആ 2 ഹൈക്കോടതി ജഡ്ജിമാർക്കും, രാജാ വിജയരാഘവൻ സാറിനും ജയകുമാർ സാറിനും പ്രണാമം അർപ്പിക്കുന്നു. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹൈക്കോടതി ഒരു പുലിമുരുകൻ മോഡിലാണ്. കാര്യം ഹൈക്കോടതി അങ്ങനെ വിചാരിച്ചാലേ വെളിയിൽ വരൂ.